പ്രിയമുള്ളവരെ, ഞാൻ അജയകുമാർ തലശ്ശേരി. എൻ്റെ പുരാചരിത്രങ്ങൾ തേടിയുള്ള എൻ്റെ യാത്രയിൽ ഞാൻ കേരളത്തിലെ ജാതീയ സ്വത്വങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രേഖകളിൽ നിന്നുള്ള അറിവുകളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഞാനിന്ന് കീഴ്ത്തട്ടിലുള്ള ജാതികളുടെ വിവിധ തട്ടുകളെക്കുറിച്ചാണ് മൂന്നാം ഘട്ടം പറയുന്നത്. കീഴ്ജാതികളിൽ പ്രധാനമായും ഉള്ള ഒരു ജനതയാണ് ഈഴവർ അഥവാ തീയ വിഭാഗം. ഇവർ ശ്രീലങ്കയിലെ തീയാൻ പർവ്വതത്തിൽ നിന്ന് വന്നവരാണെന്നും സിംഹളരാണെന്നും ദ്വീപരാണെന്നുമൊക്കെ വിളിക്കുന്നുണ്ട്. തീയർക്ക് ബൗദ്ധ പാരമ്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തെളിവായി പറയുന്നത് അവർക്ക് വൈദ്യവും സംസ്കൃതവും കൈവശം ഉണ്ടായിരുന്നു പരമ്പരയായി എന്നാണ്. അതിൽ ചില ശരികൾ ഇല്ലാതില്ല. കാരണം തീയരുടെ വലിയ ഒരു അധിനിവേശം നടന്ന സ്ഥലമാണ് തലശ്ശേരി, കണ്ണൂർ ഭാഗങ്ങൾ. ഇവിടെ ഒട്ടനവധി വൈദ്യന്മാരും സംസ്കൃതജ്ഞാനികളായ ആളുകളും നമുക്ക് കാണാൻ കഴിയും. അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്തു തന്നെ നൽകണമെന്നും ഉണ്ട്. തീയർക്ക് ഇവിടെ പ്രധാനമായും അവർ ചെയ്തു വന്നിരുന്നത് ആദ്യകാലത്ത് കള്ളിചെത്തും ചക്കര നിർമ്മാണവും മരം കയറ്റവും മരമുറിയും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കേരളീയ തീരങ്ങളിൽ വന്നെത്തിയത് ചാലിയറായിരുന്നു. ഇവർ പരദേശത്ത് വന്നവരാണെന്ന് പണ്ടേ പറഞ്ഞു വരുന്നുണ്ട്. ഇവർ തെരുവുകളിൽ കുഴിത്തറി കെട്ടി കൂട്ടമായി താമസിച്ചു എന്നത് ഇന്നും നമുക്ക് കാണാൻ കഴിയും. പല കടൽത്തീരങ്ങളിലും ഇവർക്ക് തെരുവുകളുണ്ടായിരുന്നു. തലശ്ശേരി കോട്ടയിലെ കുറേ സ്ഥലങ്ങൾ ഈ തിരുവന്മാരുടെ തെരുവ് കേന്ദ്രങ്ങളായിരുന്നെന്ന് പഴയ ചരിത്രരേഖകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവരെ സാധാരണയായി പറഞ്ഞു വരുന്നത് ചെട്ടിയാർമാർ എന്നാണ്, ചേടർ എന്നും വിളിക്കാറുണ്ട്. ഇവർ ഇവിടെ തോർത്തുകളും മുണ്ടുകളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ കുളിത്തറികളിലാണ് ഇവർ ഈ നെയ്ത്തുകൾ നടത്തിയിരുന്നത്. നമ്മുടെ ജർമ്മൻകാരൊക്കെ വന്നപ്പോൾ അത് ഓടങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം. പിന്നെ നാം കാണുന്നത് അരയർ എന്ന് വെച്ചാൽ മുക്കുവർ. ഇവർ കടലിലും പുഴയിലും മീൻ പിടിക്കുന്നവരാണ്. തോണിക്കടത്തും കെട്ടെടുക്കലും മീൻവല കെട്ടലുമായിരുന്നു ഇവരുടെ ആദ്യകാല തൊഴിൽ. മറ്റൊരു കൂട്ടർ ആശാരിമാരാണ്. മരം വെട്ടലും അതിൻ്റെ പണി തീർക്കലും അമ്പലവും ഇല്ലങ്ങളും പണിയലുമായിരുന്നു പഴയകാലത്ത് ഇവരുടെ തൊഴിൽ. മറ്റൊരു കൂട്ടർ തട്ടാന്മാരാണ്. ആഭരണവും വിഗ്രഹവും നിർമ്മിക്കലായിരുന്നു ഇവരുടെ തൊഴിൽ. ഇവർക്ക് ഉയർന്ന ജാതികളിൽപ്പെട്ട വീടുകളിൽ പോലും കടന്നു ചെല്ലാനുള്ള ഒരു അവകാശം അന്നുണ്ടായിരുന്നു. മറ്റൊരു കൂട്ടർ നമ്മൾ പറയുന്നത് ഈ കമ്മട്ടങ്ങളിലൊക്കെ പണമടിക്കുന്ന വിഭാഗം കൂടിയായിരുന്നു ഈ തട്ടാന്മാർ. മറ്റൊന്ന് മൂശാരിമാരുടെ വേലയാണ്. അവർ സാധാരണയായി ഓട്ടുപണി ചെയ്യുന്നവരാണ്. ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൃത്തിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വിളക്ക് നിർമ്മിക്കുക, അതുപോലെ ഇവരെ ചെമ്പോട്ടികൾ എന്നാണ് പറഞ്ഞു വന്നത്. ചെമ്പുപാത്രവും അമ്പലങ്ങളിലെ മേൽക്കൂരകളിൽ ചെമ്പടിക്കലുമായിരുന്നു ഇവരുടെ വേല. പിന്നെ പെരുങ്കൊല്ലന്മാർ, തീക്കൊല്ലനെന്നും കരുവാനെന്നും തുടങ്ങിയ ഇവരെ വിളിക്കുന്നു. ഇരുമ്പ് മണ്ണിൽ നിന്ന് ഇരുമ്പ് എടുക്കുകയും പിന്നെ പണിയായുധങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ഇവരുടെ തൊഴിൽ. ഇവർ വാൾ കൊല്ലനെന്നും പണിയായുധ നിർമ്മാണം ആയിരുന്നു ഇവരുടെ മുഖ്യ തൊഴിൽ. കുലിച്ചേകമില്ലാത്ത 4 കുറുപ്പ് വർഗ്ഗക്കാരെയും നമുക്ക് കാണാം. ഇവർ വടിക്കുറുപ്പുമാർ, കുന്തവടി നിർമ്മാണം നടത്തുന്നവർ, പിന്നെ ഒരു കൂട്ടർ പരവൻ സമുദായക്കാരാണ്. പുഴയിൽ നിന്ന് കക്കയൊക്കെ ശേഖരിച്ച് കുമ്മായം സുളം ചെയ്യുന്ന കൂട്ടരാണിവർ. ഇവരെ ചൂളക്കാരനെന്നും വിളിക്കും. കാട്ടുകുറുപ്പ്, വേലക്കുറുപ്പ്
എന്നിവർക്ക് ചികിത്സയാണ് തൊഴിൽ. ഈറ്റെടുക്കലും സൂതികർമ്മവും ചെയ്യലാണ് ഇവരുടെ മുഖ്യ തൊഴിലായിരുന്നത് പണ്ട് കാലത്ത്. പാണർ, മുന്നൂറ്റാൻ, അഞ്ഞൂറ്റാൻ, വേലൻ, പരവന്മാർ ഇവർക്കൊക്കെ മരം കയറ്റം, കെട്ടിയാട്ടം, നിലത്ത് കളം വരച്ച് കളത്തിൽ വാളെടുത്ത് ആട്ടമൊക്കെയാണ്. പിന്നെ ഇവർ ഈ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒടി വെക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അത് വലിയ ചർച്ചയായ കാര്യമാണ്. അങ്ങനെയുള്ള ഒടി വെക്കുന്നവർക്ക് ഒടി തീർക്കുന്ന പണിയും ഇവർക്കുണ്ടായിരുന്നു. മന്ത്രവാദം അതും ഇവരുടെ മറ്റൊരു തൊഴിലായിരുന്നു ഈ പരവന്മാരൊക്കെ. മറ്റൊരു കൂട്ടർ വണ്ണാൻ, പെരുവണ്ണാൻ. ഇവർ തെയ്യം കെട്ടുന്നതാണ് പ്രധാനം. ഈ കാവുകളിലും ഉള്ള പ്രധാനപ്പെട്ട തെയ്യങ്ങൾ ഈ വണ്ണാനും പെരുവണ്ണാന്മാരാണ് കെട്ടുന്നത്. മുത്തപ്പൻ തെയ്യങ്ങളൊക്കെ പെരുവണ്ണാന്മാരാണ് കെട്ടാറുണ്ടായിരുന്നത്. പിന്നെ ഏറ്റും മാറ്റും അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് ഈ കാവുകളിൽ, അതും ഇവരാണ് ചെയ്യുക. പിന്നെ ഒരു കൂട്ടർ കണിശന്മാരാണ്. അവർ മന്ത്രവാദവും കവടി നിർത്തലും ഒക്കെയാണ് മുഖ്യ തൊഴിൽ. പിന്നെ കളരി നടത്താറുണ്ടായിരുന്നു. കളരി നടത്തിയിട്ട് ഈ അന്നത്തെ ആയുധ വിധിക്ക് പോകുന്നവർക്ക് ആയുധമെടുത്ത് കൊടുക്കുന്നൊരു വിഭാഗം കൂടിയായിരുന്നു ഈ നമ്മളിപ്പം പറയുന്ന കണിശന്മാർ. പിന്നെ ഒരു കൂട്ടർ വേട്ടുവന്മാർ എന്ന ജാതിക്കാരാണ്. ഇവർ കടൽ വെള്ളം കുറുക്കി ഉപ്പ് ഉണ്ടാക്കുന്നവരാണ്. പിന്നെ പുള്ളുവർക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. പച്ചമരുന്ന് കൊണ്ട് ചികിത്സ ചെയ്യുന്നവരാണ് പുള്ളുവർ. അപ്പോൾ ഇങ്ങനെ ജാതിശ്രേണിയിൽ താഴ്ന്ന വിഭാഗക്കാരെക്കുറിച്ച് ശങ്കരാചാര്യർ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാണേണ്ടത് 16 ഇവർക്ക് താഴെയുള്ള 16 വംശജരെക്കുറിച്ചാണ്. അത് ഞാൻ അടുത്ത ഇതിൽ പറയും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അജയകുമാർ തലശ്ശേരി. നന്ദി, നമസ്കാരം.